നാലാഴ്ച പിന്നിട്ട ആയിരങ്ങളുടെ ജീവനെടുത്ത ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വേള ആഗോള മാന്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുമെന്ന് കരുതിയ ഇറാൻ യുദ്ധം അവസാനിക്കുന്നു എന്ന ശുഭസൂചനകളിലേക്ക് വിരൽ ചൂണ്ടി ഇറാനിലെ ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തിവെച്ചുള്ള യുദ്ധവിരാമം വീണ്ടും നീട്ടിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുകയാണ്. ആദ്യം 48 മണിക്കൂർ സാവകാശം നൽകിയ ട്രംപ് തന്നെ പിന്നീട് ഇത് 5 ദിവസത്തേക്ക് കൂടി നീട്ടിയതായി അറിയിച്ചിരുന്നു. ഈ 5 ദിവസത്തെ യുദ്ധവിരാമം 10 ദിവസത്തേക്ക് നീട്ടിയതായാണ് ട്രംപ് തന്നെ ഇപ്പോൾ തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 6 തിങ്കളാഴ്ച രാത്രി 8 മണി വരെയാണ് ഇതനുസരിച്ച് താൽക്കാലിക യുദ്ധവിരാമം. ഇറാൻ സർക്കാരിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്നും ഏപ്രിൽ 6 വരെ ആക്രമണം ഉണ്ടാകില്ല എന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ മികച്ച രീതിയിലാണ് മുന്നേറുന്നത് എന്നും ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആക്രമണം നടത്തുന്നത് നീട്ടിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. പക്ഷേ US-മായി ഒരു തരത്തിലുമുള്ള ചർച്ചകളും നടക്കുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ആക്രമണം നിർത്തിവെച്ചുവെന്ന് ട്രംപ് പറയുമ്പോഴും ഇസ്രയേൽ ഇറാനിൽ വലിയ രീതിയിൽ ആക്രമണം ഇപ്പോഴും തുടരുന്നുമുണ്ട്. മറുപടിയായി ഇറാൻ ഇസ്രയേലിലും ഗൾഫിലെ US കേന്ദ്രങ്ങളിലും മിസൈൽ ആക്രമണവും നടത്തുകയാണ്. ഇറാന്റെ ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് GCC രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചാണ് GCC രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യങ്ങളുടെ പരമാധികാരം, പ്രാദേശിക സമഗ്രത, അന്താരാഷ്ട്ര നിയമം, UN ചാർട്ടർ എന്നിവയുടെ നഗ്നമായ ലംഘനമാണ് ഇറാൻ നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഖത്തർ, കുവൈത്ത്, UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. മേഖലയിലെ രാജ്യങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നും പ്രോക്സികളുടെ ഉപയോഗം ഉൾപ്പെടെ അയൽ രാജ്യങ്ങൾക്കെതിരായ എല്ലാ ആക്രമണവും ഭീഷണിയും ഉടനടി നിർത്തണമെന്നുമാണ് ഇറാനോട് GCC രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇന്നലെയും ഇറാൻ ഈ രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയത്. മാത്രമല്ല, ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പകരം ഗൾഫിലെ കുടിവെള്ളം മുട്ടിച്ച് ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി ഇറാൻ ഇപ്പോഴും ഉന്നയിക്കുന്നുമുണ്ട്. അതിനിടെ ഇന്നലെ വൈറ്റ് ഹൗസിൽ ക്യാബിനറ്റ് മീറ്റിംഗ് ചേരുന്ന സമയത്തും ഇറാൻ ഡീലിന് തയ്യാറായില്ല എങ്കിൽ കടുത്ത ആക്രമണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടയാളാണ് ട്രംപ്. എന്നാൽ ക്യാബിനറ്റ് കഴിഞ്ഞ് അധികം വൈകും മുന്നേ തന്നെ താൽക്കാലിക യുദ്ധവിരാമം 10 ദിവസത്തേക്ക് നീട്ടിയതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. മറ്റു തരത്തിലുള്ള വാർത്തകളും പ്രചാരണങ്ങളും വ്യാജമാണ് എന്നും ട്രംപ് പറയുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞയാഴ്ച ഹോർമുസ് തുറക്കാൻ 48 മണിക്കൂർ സമയം നൽകുമെന്നും അതിനുള്ളിൽ തീരുമാനമെടുത്തില്ല എങ്കിൽ ഊർജ്ജ പ്ലാന്റുകൾ ആക്രമിക്കും എന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് 5 ദിവസത്തേക്ക് ഊർജ്ജ പ്ലാന്റുകൾ ആക്രമിക്കുന്നത് നിർത്തിവെക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിനുശേഷവും ഇസ്രയേൽ ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകൾ ആക്രമിച്ചു. ഇതിന് പകരം ഇസ്രയേലിലെ ആണവ കേന്ദ്രത്തിന് തൊട്ടടുത്ത് ഡിമോണ പട്ടണത്തിൽ മിസൈൽ ആക്രമണം നടത്തുകയും ജനവാസ കേന്ദ്രങ്ങളിൽ ക്ലസ്റ്റർ ബോംബിംഗ് നടത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് ട്രംപ് വീണ്ടും ഊർജ്ജ പ്ലാന്റുകൾ ആക്രമിക്കുന്നത് നീട്ടിവെച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നത്. നിലവിൽ നടക്കുന്ന ചർച്ചകൾ മേഖലയിലെ സംഘർഷങ്ങൾക്ക് അയവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇറാന്റെ പവർ പ്ലാന്റുകൾക്കും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണങ്ങൾ നടത്തിവരുന്നുണ്ട്. പകരമായി അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇസ്രയേലിലും ഇറാനും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെയും ഇന്നുമായി ഇറാൻ ഇസ്രയേലിലും ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളിലും ആക്രമണം നടത്തി. UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US താവളങ്ങളാണ് ഇറാൻ ആക്രമിച്ചത്. ബഹ്റൈനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ യുദ്ധവിമാന മെയിൻ്റനൻസ് കേന്ദ്രമായിരുന്നു ലക്ഷ്യമെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ടെഹ്റാനിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വ്യാപക ആക്രമണം നടത്തിയതായി ഇസ്രയേലും അവകാശപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം സമാധാന കരാറിലെത്താൻ ഇറാൻ നേതാക്കൾ തന്നോട് കെഞ്ചുകയാണ് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ അത്തരത്തിലൊരു അപേക്ഷയും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളും വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഹോർമൂസ് വഴി ഇന്ത്യ അടക്കം 5 രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ സമ്മതിച്ചിരുന്നു. സൗഹൃദ രാഷ്ട്രങ്ങളായ ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, ചൈന ഒപ്പം ഇറാഖ് ഈ രാജ്യങ്ങളുടെ എണ്ണ ടാങ്കർ കപ്പലുകളാണ് കടന്നുപോകാൻ ഇറാൻ അനുവാദം നൽകിയത്. ഇതും തന്റെ ഭീഷണിയുടെ ഫലമാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഊർജ്ജ പ്ലാന്റുകൾ ആക്രമിക്കുന്നത് 7 ദിവസത്തേക്ക് നിർത്തിവെക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ താൻ അവർക്ക് 10 ദിവസം സാവകാശം അനുവദിച്ചുവെന്നും ഇതിനകം ഇറാൻ ചർച്ചകളിലൂടെ നയതന്ത്രത്തിന് തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം നിർത്തിവെക്കാൻ ട്രംപ്
15 നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ ഇറാൻ പകരം 5 നിർദ്ദേശങ്ങൾ ട്രംപിന് മുന്നിൽ വെച്ചു. അത് അംഗീകരിച്ചാൽ യുദ്ധം നിർത്താനുള്ള ചർച്ചകളിലേക്ക് കടക്കാമെന്നാണ് ഇറാൻ അമേരിക്കയോട് പറഞ്ഞത്. അതേസമയം ഇസ്രയേലിന് അപ്പോഴും യുദ്ധം നിർത്തുന്നതിനോട് വലിയ താല്പര്യം ഇല്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇറാനോ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ട്രംപിനോ അംഗീകരിക്കത്തക്ക ഒന്നല്ല എന്നതും ഇതിലെ ഏറ്റവും രസകരമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം സ്റ്റോക്കുകൾ ഇറാൻ നശിപ്പിക്കുകയോ കൈമാറുകയോ ചെയ്യണമെന്നതാണ് ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതിയിലെ ഒന്നാമത്തെ ആവശ്യം. യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിക്കണം. ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ പദ്ധതികളും നിർത്തണം. ഒപ്പം ഹിസ്ബുല്ല, ഹൂതി, ഹമാസ് തുടങ്ങി സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നതും അവർക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുന്നതും അവസാനിപ്പിക്കണം തുടങ്ങി 15 ആവശ്യങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിലെ വസ്തുത എന്താണെന്നാൽ 2025 മെയ്യിൽ ഇറാനുമായി ആണവ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അമേരിക്ക മുന്നോട്ട് വെച്ച അതേ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇതും. പുതിയതായി ഒരു കാര്യവും ട്രംപ് ഈ വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഏകപക്ഷീയ നയങ്ങൾ നടപ്പാക്കാനുള്ള ഒരു മാർഗമായി മാത്രമേ ഈ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ കാണാൻ പാടുള്ളൂ. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ തള്ളിയ ഇറാൻ പകരം 5 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പിൻവലിക്കണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം. യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം, ഹിസ്ബുള്ളക്കെതിരായ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കൽ എന്നീ കാര്യങ്ങളും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ട്രംപ് മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ ഇറാൻ പാലിക്കാൻ തയ്യാറായാൽ ഇറാനുമേലുള്ള ഉപരോധങ്ങൾ US പിൻവലിക്കുമെന്നും ഊർജോൽപാദനം അടക്കമുള്ള സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള ആണവ പദ്ധതികൾക്ക് US പിന്തുണ നൽകുമെന്നും അമേരിക്കയും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള വിട്ടുവീഴ്ചകളിലൂടെയല്ലാതെ ഇറാനിൽ നടക്കുന്ന ഈ യുദ്ധം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അതേസമയം ഇറാന്റെ നിർദ്ദേശങ്ങളോട് US എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും അറിയില്ല. പ്രധാനമായും ഗൾഫിലെ US താവളങ്ങൾ അടച്ചുപൂട്ടുന്നതും ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാൻ വിട്ടുകൊടുക്കുന്നതും പോലുള്ള നിർദ്ദേശങ്ങളിൽ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് US തയ്യാറായേക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ.